നമസ്കാരം. പ്രധാന വാർത്തകൾ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. തീരുമാനം ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ. തൊഴിലാളികളുടെ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാർ നടത്തുമെന്നും കളക്ടർ. 50 നോമ്പാചരണത്തിനും വിശുദ്ധ വാരാചരണത്തിനും സമാപ്തി കുറിച്ച് ഈസ്റ്ററിനെ വരവേൽക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ ഒരുങ്ങി. ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയർപ്പ് തിരുക്കർമ്മങ്ങളും. മുത്തങ്ങയിൽ വൻ കഞ്ചാവ് വേട്ട. 2 പേർ പിടിയിലായത് അടിവാരം വീരാജ്പേട്ട സ്വദേശികൾ. ഇവരുടെ പക്കൽ നിന്ന് 19 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ദേശീയപാത 766 മുത്തങ്ങയ്ക്ക് സമീപം വനത്തിനുള്ളിൽ കയറി ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമം. ആളെ വ്യക്തമായി കാണുന്നില്ലെങ്കിലും വനത്തിലേക്ക് കയറിപ്പോകുന്നതും ആനയുടെ ചിഹ്നം വിളിയും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. തൊഴിലാളികളുടെ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാർ നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ഏപ്രിൽ 26-ന് വീണ്ടും ചർച്ച നടത്തും. ടൗൺഷിപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന തൊഴിലാളികളുടെ സമരമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം നിർത്തിവെച്ചത്. ചർച്ച തൃപ്തികരമായിരുന്നു എന്ന് നേതാക്കൾ പ്രതികരിച്ചു. ഇപ്പോൾ തന്നെ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. 2 കത്തുകൾ ഇവിടുന്ന് കലക്ടർ കൊടുത്തിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. ഈ കെട്ടിവെക്കുന്ന കാശിൽ നിന്ന് തൊഴിലാളികളുടെ ആനുകൂല്യം എടുത്ത് നൽകുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് കലക്ടർ കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ കാര്യങ്ങളായി ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള അതുപോലെ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഇതുണ്ടാക്കുന്നതിന് ഒരാഴ്ചക്കകം മറ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കലക്ടർ നടത്തും. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചക്കാലത്തേക്ക് സമയം ചോദിച്ചു ട്രേഡ് യൂണിയനുകളോട്. അടുത്ത 26-ാം തീയതി ഇതേ മീറ്റിംഗ് ഇവിടെ വെച്ച് തന്നെ ചേരാം എന്നാണ് തീരുമാനിച്ചത്. എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഈ മാസം 26-ന് വീണ്ടും ചർച്ച നടക്കും. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരം പുനരാരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചർച്ചയിൽ കറക്റ്റ് ചർച്ച പോസിറ്റീവാണ്. 26-ാം തീയതി വീണ്ടും ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ 2 തവണ ഗവൺമെൻറ്റിലേക്ക് കലക്ടർ കത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു കൃത്യമായൊരു മറുപടി ആ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ 26-ാം തീയതിക്കുള്ളിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു നടപടി ഉണ്ടാവണം. കഴിഞ്ഞ 5 ദിവസമായി നടക്കുന്ന സമരമാണ് അവസാനിപ്പിച്ചത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരിലെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നൽകിവരുന്ന ധനസഹായം തുടരുന്നതിനായി സത്യവാങ്മൂലം സ്വീകരിച്ചു തുടങ്ങി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നേരിട്ടെത്തിയാണ് ദുരന്തബാധിതർ സത്യവാങ്മൂലം നൽകേണ്ടത്. ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം 9 മാസത്തേക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ദുരന്തബാധിതരായ ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം 9 മാസത്തേക്ക് നൽകാൻ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവും ഇറങ്ങി. ഉത്തരവ് പ്രകാരമുള്ള തുക ലഭിക്കുന്നതിന് മറ്റൊരു ഉപജീവന മാർഗവും ലഭ്യമല്ലെന്ന സത്യവാങ്മൂലം ജില്ലാ കളക്ടർക്ക് ലഭ്യമാക്കണം. അതിനാലാണ് കളക്ടറേറ്റിൽ വെച്ച് ദുരന്തബാധിതരിൽ നിന്നും സത്യവാങ്മൂലം സ്വീകരിക്കുന്നത്. ഫേസ് 1-ലെ ഗുണഭോക്തൃ ലിസ്റ്റിലുള്ളവർക്കും ഫേസ് 2A, 2B ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ് സത്യവാങ്മൂലം നൽകേണ്ടത്. ഇന്നും നാളെയുമാണ് സത്യവാങ്മൂലം സ്വീകരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ നിലവിലെ സ്ഥിതി എന്താണെന്നും മുൻ സ്ഥിതികൾ തൊഴിൽ എങ്ങനെയാണ്, എവിടെയാണ് താമസം എന്നുള്ളതും ബാക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ അന്വേഷിക്കുന്നത്. അത് എഴുതി കൊടുത്ത് അടിയിൽ ഒപ്പിട്ട് മേടിക്കുന്ന ഒരു ഫോമായിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്. ജീവനോപാധിയായി പ്രതിദിനം 300 രൂപയ്ക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനും നടപടി സ്വീകരിച്ചിരുന്നു. ഒരു മാസം 1000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള കൂപ്പൺ ജില്ലാ ഭരണകൂടം മുഖേന നൽകിയിട്ടുണ്ട്.
നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നതിനും ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് ടൗൺഷിപ്പ് നിർമ്മാണത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി OR കേളുവും ജില്ലാ കളക്ടർ DR മേഘശ്രീയും പ്രതികരിച്ചു. സർക്കാർ ടൗൺഷിപ്പ് പദ്ധതിയുമായി മുന്നോട്ടു പോകും. വരും ദിവസങ്ങളിൽ കൂടുതൽ സന്നാഹങ്ങളുമായി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൗൺഷിപ്പ് പദ്ധതി പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ഇരുവരും. വൈകിട്ട് 4 മണിയോടെയാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവും ജില്ലാ കളക്ടർ DR മേഘശ്രീയും ടൗൺഷിപ്പ് പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ ഇരുവരും വിലയിരുത്തി. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പരമാവധി വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രിയും കളക്ടറും ഊരാളുങ്കൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ടെങ്കിലും വീടുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. കോൺക്രീറ്റ് വീടായതുകൊണ്ട് നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡൊക്കെ ഉണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കും. കാരണം ആ ഒരു ക്യൂറിംഗ് പീരീഡിന് ടൈം കൊടുത്താലേ അത് ബലവത്താവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് സ്പീഡാക്കി പോകാൻ പറ്റും, അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭൂമി ഏറ്റെടുക്കലിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രതിസന്ധിയാകില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഇല്ല, തത്കാലം നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഭൂമി വേഗത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവിടെ വർക്കും ആരംഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മോഡൽ ഹൗസിൻ്റെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ കുറേ മെഷീനറി വെച്ചിട്ട് ആരംഭിക്കുക വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു 25 ആൾക്കാരും ഇവിടെ തന്നെ സൈറ്റിലുണ്ട്. അതല്ലാതെ യാർഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പീഡിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ വർക്ക് പ്രോഗ്രസ്സിലുള്ളത് കൊണ്ട് അത് തന്നെ നിലനിർത്താൻ പറഞ്ഞാലും നമുക്ക് പ്രശ്നമാവില്ല. നിലവിലെ സാഹചര്യം തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ വളരെ വേഗം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സർക്കാരിന്റെ ഭാഗം സുപ്രീം കോടതിയെ ധരിപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. 50 നോമ്പാചരണത്തിനും വിശുദ്ധ വാരാചരണത്തിനും സമാപ്തി കുറിച്ചുകൊണ്ട് ഈസ്റ്ററിനെ വരവേൽക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ ഒരുങ്ങി. ഇന്ന് രാത്രിയിൽ ദേവാലയങ്ങളിൽ നടക്കുന്ന പാതിരാ കുർബാനയോടെ ഉയർപ്പ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശകളുമായാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കുക. 50 നാൾ നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ വിശുദ്ധിയോടെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. മരണത്തെ കീഴടക്കി യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഹ്ലാദവുമായാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഓശാന ഞായറോടെ ആരംഭിച്ച വിശുദ്ധവാരത്തിൻ്റെ സമാപ്തി കൂടിയാണ് ഈസ്റ്റർ. യേശുദേവൻ്റെ പുനരുദ്ധാരണ തിരുനാൾ ആഘോഷിക്കാൻ ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളും ഒരുങ്ങി. രാത്രി നടക്കുന്ന പാതിരാ കുർബാനയോടെ ഉയിർപ്പ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. എല്ലാ മതങ്ങളിലും നമുക്ക് നോമ്പാചരണങ്ങൾ കാണാൻ സാധിക്കും. ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും എല്ലാം എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പോകാതെ ദൈവോന്മുഖമായി പോകുവാനുള്ളൊരു അവസരമാണ് നോമ്പുകാലം പ്രദാനം ചെയ്യുക. ക്രൈസ്തവരായ ഞങ്ങൾ 50 നോമ്പ് സമാപനത്തിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ ഉയർപ്പ് തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. അതിന് മനുഷ്യൻ്റെ ഒരു ബലഹീനതകളുടെ ഉയർപ്പ് കൂടിയാണ് ഉദ്ദേശിക്കുക. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ വൈകുന്നേരം 7 മണിക്കാണ് ആരംഭിക്കുക. ഞായറാഴ്ച നാളെ രാവിലെ 7:30 പരിശുദ്ധ കുർബാന ദേവാലയത്തിലുണ്ട്. എല്ലാവർക്കും സമാഗതമാകുന്ന ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുദേവൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ച് ഓശാന ഞായറും അന്ത്യത്താഴത്തെ അനുസ്മരിച്ച് പെസഹ വ്യാഴവും പീഠാനുഭവത്തെ സ്മരിച്ച് ദുഃഖവെള്ളിയും ആചരിച്ചതിന് ശേഷമാണ് വിശ്വാസികൾ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. മുത്തങ്ങയിൽ 19 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. അടിവാരം നൂറാന്തോട് വലിയറക്കൽ വീട്ടിൽ K ബാബു, വിരാജ്പേട്ട മോഗ്രകത്ത് KE ജലീൽ എന്നിവരാണ് പിടിയിലായത്. സുൽത്താൻ ബത്തേരി പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പൊൻകുഴിക്ക് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. കർണാടക RTC ബസ്സിൽ സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്ന 19 കിലോഗ്രാമോളം കഞ്ചാവുമായാണ് 2 പേർ പിടിയിലായത്. കോടഞ്ചേരി നൂറാന്തോട് വലിയറക്കൽ വീട്ടിൽ K ബാബു, വീരാജ്പേട്ട മോഗ്രകത്ത് ബംഗ്ലാ വീടിലെ K ജലീൽ എന്നിവരാണ് പിടിയിലായത്. ബത്തേരി പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പൊൻകുഴിക്ക് സമീപം നടത്തിയ സംയുക്ത വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. 2 ബാഗുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ വിവരം പ്രകാരമായിരുന്നു പരിശോധന. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ പിടിയിലായവർ പറഞ്ഞിരിക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി.
ദേശീയപാത 766-ൽ വനത്തിനുള്ളിൽ കടന്ന് ആനയുടെ അടുത്തേക്ക് പോയ ആൾ രക്ഷപ്പെടുന്നതിന്റെ മൊബൈൽ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. മുത്തങ്ങ ഗുണ്ടൽപേട്ട് പാതയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ആളെ വ്യക്തമായി കാണുന്നില്ലെങ്കിലും വനത്തിലേക്ക് കയറി പോകുന്നതും ആനയുടെ ചിഹ്നം വിളിയും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സമയം ഇതുവഴി വന്ന വലിയ വാഹനത്തിലെ ഡ്രൈവർമാർ ഹോൺ മുഴക്കിയാണ് ആനയെ പിന്തിരിപ്പിച്ചത്. ഇതോടെയാണ് ഇയാൾ തിരികെ വന്ന് ഇരുചക്ര വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടത്. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. எடுத்துட்டு தாங்க இருக்கேன். எடுத்துட்டு தாங்க இருக்கிறேன். எடுங்க அப்படியே எடுங்க. பைத்தியக்காரா யானை பக்கம் போற அருவில்ல பைத்தியக்காரா வண்டி வண்டி நம்ம வண்டி வண்டி எடுங்க പൈത്യകാര കൂലി. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് സായാഹ്ന ഒ പി പ്രവർത്തനം അനിശ്ചിതത്വത്തിലാക്കുന്നു. ചികിത്സ ലഭിക്കാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നതായി പരാതി. അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി മനുഷ്യാവകാശ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സായാഹ്ന ഒ പിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളാണ് ഡോക്ടർമാരുടെ കുറവിനെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്നത്. അത്യാഹിത വിഭാഗത്തിന്റെ ചുമതലയുള്ള ഡോക്ടർമാർക്ക് സായാഹ്ന ഒ പിയുടെ ചുമതല കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. അത്യാഹിത വിഭാഗത്തിൽ 2 ജൂനിയർ ഡോക്ടർമാരാണ് ആകെയുള്ളത്. അത്യാഹിതത്തിൽ തിരക്കേറുമ്പോൾ സായാഹ്ന ഒ പിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ 4 മണിക്കൂർ വരെ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഇത് മിക്കപ്പോഴും ആശുപത്രി അധികൃതരുമായുള്ള വാക്കേറ്റത്തിനും കാരണമാകുന്നുണ്ട്. ഇത് ഒരു PHC സെന്റർ പോലും ഇല്ലാത്ത മാനന്തവാടിയെ സംബന്ധിച്ച് അത്യധികം ഖേദകരമാണ്. ആയിരക്കണക്കിന് രോഗികൾ അല്ലെങ്കിൽ ഈവനിങ് ഒപ്പിലെത്തുന്ന രോഗികളോട് ചികിത്സ ഇല്ല എന്ന് പറയേണ്ടുന്ന ദുസ്ഥിതി ഇവിടുത്തെ RMO സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും അല്ല, പിന്നെ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ചോദിക്കുന്നത്. നിശ്ചയമായിട്ടും ഇതിന് പരിഹാരം കണ്ടുകൊണ്ട് ആവശ്യമായ ഡോക്ടറെ ഡെപ്യൂട്ടി ചെയ്തുകൊണ്ട് ഈവനിങ് OP ആരംഭിക്കുന്നുള്ള സത്വരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. മുമ്പും ഇത്തരത്തിൽ പരാതി ഉയർന്നിരുന്നുവെങ്കിലും പരിഹാര നടപടികളൊന്നും ഉണ്ടാകാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. കർഷകരും തൊഴിലാളികളും ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തോടുള്ള വെല്ലുവിളിയാണ് ഇതെന്നാണ് ആക്ഷേപം. സംഭവവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് മനുഷ്യാവകാശ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മാനന്തവാടി. പ്രശസ്ത നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് നാളെ ഹാപ്പിനെസ് ഫെസ്റ്റിലേക്ക് എത്തും. വൈകിട്ട് 7 മണിക്ക് സെന്റ് മേരീസ് കോളേജ് കാർണിവൽ ഗ്രൗണ്ടിലാണ് ബേസിൽ ജോസഫ് എത്തുക. ചടങ്ങിൽ ഹാപ്പി ബത്തേരിയുടെ ബ്രാൻഡ് അംബാസഡറായും അദ്ദേഹത്തെ നാളെ പ്രഖ്യാപിക്കും. സുൽത്താൻ ബത്തേരി നഗരസഭയും ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന സെന്റ് മേരീസ് കോളേജിലെ കാർണിവൽ ഗ്രൗണ്ടിലാണ് പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് എത്തുന്നത്. തുടർന്ന് കാർണിവൽ ഗ്രൗണ്ടിലെ പൊതുസമ്മേളനത്തിൽ ബേസിൽ ജോസഫ് പങ്കെടുത്ത് സംസാരിക്കും. ചടങ്ങിൽ ഹാപ്പി ബത്തേരിയുടെ ബ്രാൻഡ് അംബാസിഡറായി ബേസിൽ ജോസഫിനെ പ്രഖ്യാപിക്കും. നാളെ ഫെസ്റ്റിൻ്റെ സമാപനമാണ്. നാളെ ഫെസ്റ്റിൻ്റെ സമാപന ദിനത്തിൽ സുൽത്താൻ ബത്തേരിക്കാരനും പ്രമുഖ സംവിധായകനും നടനുമായ ശ്രീ ബേസിൽ ജോസഫാണ് നമ്മുടെ ബത്തേരിയിലേക്ക് എത്തുന്നത്. ബത്തേരിയുടെ ഹാപ്പി ബത്തേരി പ്രൊജക്റ്റുമായിട്ട് നേരത്തെ മുതലേ സഹകരിക്കുന്ന ആളാണ് അദ്ദേഹം നമ്മുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമുക്ക് ആശംസകളൊക്കെ അറിയിച്ചിരുന്നു. അദ്ദേഹം നാളെ നമ്മുടെ ഫെസ്റ്റിലേക്ക് എത്തുകയാണ്. നമ്മുടെ ബത്തേരിക്കാരെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിനും വേണ്ടി നാളെ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്നുവരുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും 10,000-ങ്ങളാണ് കാർണിവൽ ഗ്രൗണ്ട് സന്ദർശിച്ച് മടങ്ങിയത്. മറൈൻ അക്വാ ടണൽ, പെറ്റ് ഷോ, റോബോട്ടിക് ആനിമൽസ്, ഫ്ലവർ ഷോ, സ്റ്റേജ് ഷോ, സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയാണ് സന്ദർശകർക്കായി കാർണിവൽ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. മനുഷ്യ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുന്ന ഹൃദയഹാരിയായ ഭാഷയിൽ ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന എഴുത്തുകാരി സന്ധ്യ ജലേഷിന്റെ 5ാമത്തെ നോവൽ കണഞ്ചി പ്രകാശനം ചെയ്തു.
ആദിവാസി ജീവിതത്തിന്റെ ഉള്ളറകൾ തുറന്നു കാണിക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സമൂഹത്തിന്റെ ഇടപെടലിന്റെ ആവശ്യകത ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന നോവൽ പാതിരിപ്പാലം ഒയിസ്ക ഇന്റർനാഷണൽ ഹാളിൽ ആദിവാസികളടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പ്രകാശനം ചെയ്തത്. യഥാർത്ഥ ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഒട്ടും വാർന്നു പോകാതെ പച്ചയായ ജീവിതത്തിൻ്റെ നോവിലും വേവിലും ചാലിച്ച് വായനക്കാരിൽ ഗൃഹാതുരത്വത്തിൻ്റെ സ്മൃതികൾ ഉണർത്തുകയും ഭാവനയിൽ സൃഷ്ടിച്ച വെറുമൊരു കഥ എന്ന് തോന്നിപ്പിക്കാതെ ഇന്നത്തെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം എന്ന് വിശ്വസിപ്പിക്കുന്ന വിധത്തിലുള്ള രചനാശൈലി എഴുത്തുകാരിയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടതാക്കുന്നു. പലവിധ കാരണങ്ങളാൽ സമൂഹം മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ജീവിതാവിഷ്കാരമാണ് സന്ധ്യ ജലേഷിൻ്റെ പുതിയ നോവൽ കണഞ്ചി. അങ്ങനെ നമ്മുടെ കാടിന്റെ മക്കളെ ഞാൻ എൻ്റെ നോവലിലൂടെ വളരെ താഴേക്കിടയിൽ കിടന്ന ഒരാളെ നല്ല ഉയർച്ചയിൽ എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിച്ചേരാൻ കഴിയും. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങളും ഇപ്പോൾ കാടിന്റെ മക്കൾക്കാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല, അവർക്ക് അതൊട്ട് അറിയുകയുമില്ല. ഇതൊക്കെ അവർക്ക് അറിയാമെങ്കിൽ അവർ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നീ എൻ്റെ സുഹൃതം, മഴമേഘങ്ങളെ കാത്ത്, മഴ നനഞ്ഞ മന്ദാരങ്ങൾ, ചൗപതി എന്നിവയാണ് സന്ധ്യയുടെ മറ്റു കൃതികൾ. കന്നി നോവലിന് ഭാഷശ്രീ അവാർഡടക്കം 10ഓളം പുരസ്കാരങ്ങളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. നോവൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ പ്രകാശനം ചെയ്തു. വളരെ വേഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള നമ്മൾ പലതും പകർത്താൻ, കണ്ടുപിടിക്കാൻ, പഠിക്കാൻ ഉതകുന്ന ഒരു സമൂഹത്തിൻ്റെ, എന്നാൽ അവർ കടന്നു പോകുന്ന പലവിധ ക്ലേശങ്ങളെക്കുറിച്ച് ഇത്ര വീണ്ടും ഒരു ചർച്ചയ്ക്ക് വേദിയാകുന്ന തരത്തിലേക്ക് കണഞ്ചി മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എറണാകുളം സ്വദേശിയും നഴ്സിംഗ് ബിരുദധാരിയുമായ സന്ധ്യ ജലേഷ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ്. പ്രദേശത്തെ ഊരുമൂപ്പന്മാർ പുസ്തകം ഏറ്റുവാങ്ങിയാണ് പ്രകാശനം നിർവഹിച്ചത്. മലനാട് ചാനൽ അവതാരകൻ വിനയകുമാർ അഴിപ്പുറത്ത്, കഥാകാരിയും യൂണിവേഴ്സൽ റെക്കോർഡ് വിന്നറുമായ രാജേശ്വരി, വാർഡ് മെമ്പർ ശാരദമണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇനി ഇന്നത്തെ മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 262, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 710, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 700, നേന്ത്രക്കായ കിലോയ്ക്ക് 46, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 180, സ്വർണം പവന് 71,560, വെള്ളിഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. തീരുമാനം ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ. തൊഴിലാളികളുടെ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാർ നടത്തുമെന്നും കളക്ടർ. അൻപത് നോമ്പാചരണത്തിനും വിശുദ്ധ വാരാചരണത്തിനും സമാപ്തി കുറിച്ച് ഈസ്റ്ററിനെ വരവേൽക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ ഒരുങ്ങി. ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയർപ്പ് തിരുക്കർമ്മങ്ങളും. മുത്തങ്ങയിൽ വൻ കഞ്ചാവ് വേട്ട. 2 പേർ പിടിയിലായത് അടിവാരം വീരാജ്പേട്ട സ്വദേശികൾ. ഇവരുടെ പക്കൽ നിന്ന് 19 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ദേശീയപാത 766-ൽ മുത്തങ്ങയ്ക്ക് സമീപം വനത്തിനുള്ളിൽ കയറി ആനയെ പ്രകോപിപ്പിക്കാൻ ശ്രമം. ആളെ വ്യക്തമായി കാണുന്നില്ലെങ്കിലും വനത്തിലേക്ക് കയറിപ്പോകുന്നതും ആനയുടെ ചിഹ്നം വിളിയും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ന്യൂസ് വേവ്സിൽ ശ്രീജിത്ത് ചേരും. നമസ്കാരം.